ഗോവയ്ക്കോടാ നീ പോ നീ. എന്റെ പൊന്നളി നിനക്ക് ഭ്രാന്താടാ. നീ ഞാൻ ഇല്ലാതെ നിന്നെ ഗോവയ്ക്ക് എന്തിന്? കഴുത്ത് പിടിച്ചിട്ടാടാ ഗോവയ്ക്ക് പോണ കാര്യം ചോദിക്കണേ. അല്ല നിന്റെ പ്രശ്നം എന്തെന്ന് വിളിച്ചാ? അളിയ നിന്റെ പ്രശ്നം എന്തെന്ന്? നീ എന്തിനാ അളിയെന്ന് വിളിക്കുന്നത്? എന്തിന്? എടാ അളിയാന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെയാണ് അളിയാന്ന് വിളിക്കുന്നത്? നിന്നെ. എന്നെ അല്ല, സാധാരണ ആൾക്കാരെ ആരെയാണ് അളിയാന്ന് വിളിക്കുന്നതെന്ന്. എടാ എനിക്കത് അറിഞ്ഞൂടാ. ഞാനും ഇവിടെ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഞാൻ അളിയാന്ന് വിളിക്കുന്നത്? പെങ്ങളെ ഭർത്താക്കന്മാരാണ് അളിയാന്ന് വിളിക്കുന്നത്. അത്ര ആത്മബന്ധം ഉണ്ട് അവര്, മനസ്സിലായ? അങ്ങനെയുള്ളവരെ മാത്രം അളിയാന്ന് വിളിച്ചാൽ നീ എന്നെ അളിയാന്ന് വിളിക്കല്ലേ? അളിയാ സോറി, അളിയാന്ന് വിളിക്കല്ലേ? എടാ നമ്മൾ തമ്മിൽ ഭയങ്കര ആത്മബന്ധം ഉണ്ടല്ലോ, അപ്പൊ നിന്നെ അളിയാന്ന് എനിക്ക് വിളിക്കാം. എന്തോന്ന് ആത്മബന്ധം? നീ ഞാനായിട്ട് ഒരു ആത്മബന്ധവും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ ഗോവയ്ക്ക് പോയപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയാനെ. നീ എന്താണ് കാണിച്ചതിനകത്ത്? നീ ഗോവയ്ക്ക് പോയിട്ട് നീ ഒന്നും പറയണ്ട. നീ ഗോവയ്ക്ക് പോയിട്ട് നീ പെണ്ണുങ്ങളുടെ കൂടെ നിക്കറിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്നെ ടാഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത്. എടാ നീ ഒരു കാര്യം മനസ്സിലാവും, ഞാൻ അവിടെ പെണ്ണുങ്ങളോട് ചുമ്മാ കറങ്ങാനല്ല പോയത്. ഞാൻ ഇതിൻ്റെ ഒരു ബിസിനസ് ആവശ്യമായിട്ട് ബിസിനസ് ക്ലയൻസ് ഒക്കെ ഞാൻ കാണാൻ പോയതാണ്. അല്ല നീ ചുമ്മാ നിന്റെ വിചാരം കണ്ട ഞാൻ എന്തോ അവിടെ എൻജോയ്മെന്റിന് പോയതാണ്. നീ ഇത്രയും ദിവസം നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് കൂടെ പഠിച്ച് ഇങ്ങനെ ഇപ്പം നിന്നെ ഞാൻ ഇപ്പോഴും നോക്കണം. നീ അത് ആലോചിക്കണം. ഇവിടെ 1 രൂപ വരെ മുട്ടായതുണ്ട്. 1 രൂപ വാങ്ങിച്ചു തരാൻ തോന്നിയാ എവിടെന്ന് അതും ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. എല്ലാവർക്കും അറിയാം. വാഴ കൊണ്ടുപോയില്ല, വാഴ കൊണ്ടുപോയി അടുത്ത പൈസ എങ്കിലും ആവട്ടെ. ഇവിടെ കണ്ടില്ലല്ലോ. മുട്ടായി 1 രൂപ ബൂമർ ജെല്ലുണ്ട്, ജെല്ലി. എടാ എച്ചി അതിൽ നിന്നും പാതി എടുത്തിട്ടല്ലടാ നീ എനിക്ക് തരണത്. പാതിയൊക്കെ മതി. നീ കാണിക്കുന്ന ഇതിനൊക്കെ പാതി മതി, കുഴപ്പമൊന്നുമില്ല. മുട്ടായിത്തുണ്ട് വരാൻ തന്നെയാണോ കുഴപ്പം? കാണിച്ച ഗോവയ്ക്ക് പോയെന്നൊരു വിഷയമില്ലല്ലേ? പിന്നെ എങ്ങനെ പറഞ്ഞു മാറി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അവന്തിക. അതന്നെ പറഞ്ഞു. ആവന്തിക ഇല്ല, അവന്തിക. നീ ആദ്യം പ്രേമിക്കുന്ന പെണ്ണിന്റെ പേര് കറക്റ്റായിട്ട് പഠിക്കും. അതന്നെ അവന്തിക. എടാ പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, പേരില്ല, അക്ഷരവും ഇല്ല. ചുമ്മാ അതും വിളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാം അവളുടെ അടുത്ത്. എന്തിനാണ് നിൽക്കുന്നത്? വിളക്കാൻ? വളയ്ക്കാനൊന്നും ഇല്ല. എനിക്ക് കല്യാണം കഴിക്കണം, കുടുംബമായിട്ട് ജീവിക്കണം. എങ്ങനെ കല്യാണം കഴിക്കണം, കുടുംബമായിട്ട് ജീവിക്കണം? അത്ര ആക്ഷൻ എടുത്തിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഉള്ളിൽ നിന്ന് വരേണ്ട. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂല. ഉള്ളിൽ നിന്ന് വന്നിട്ടൊരു കാര്യമില്ല, നടക്കൂല. എന്ത് നടക്കാത്തൊന്നും? നടക്കൂല. അവളൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കും. ഞാൻ സമ്മതിക്കണ്ടേ? നിന്റെ സമ്മതം ആര് ചോദിച്ചു? ഞാനും ചാരുമായിട്ടുള്ള കല്യാണം നടക്കാതെ ഈ അവന്തിയെ കിട്ടുന്ന കാര്യം നീ വിട്ടോ. എന്നാൽ എനിക്ക് അവൾക്ക് 60 വയസ്സായാലും കല്യാണം നടക്കാൻ പോണില്ല നിന്റെ നടന്നിട്ടാണെങ്കിൽ. Hey. You both are not allowed to stand here. We stand outside the house here with bullet. But this is the front of my house. This is my friend and this is India. We stand every vella. What? Wow. Cultureless fellows. Thank you. Same to you. Tata. നമ്മൾ കളിയാക്കിയിട്ട് പോയതല്ലേ? തന്നെ അല്ലേ? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കളിയാക്കുന്നത്?